ക്ഷേമനിധി ബോർഡ് വഴി തയ്യൽ തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം ലഭിക്കുന്നതിൽ നേരിടുന്ന പ്രശ്നം പരിശോധിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉദ്യോഗസ്ഥർ തട്ടിക്കളിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് 18 നടക്കുന്ന യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വീടിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എൻ.സി. ബാബു പറഞ്ഞു. സമരം ചെയ്യാനുള്ള അവകാശത്തെ തള്ളിക്കളയുന്നില്ലെന്നും സമരം ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾ സമരം ചെയ്യുന്നതിന് സമരം ചെയ്യുന്നതെല്ലാം നമ്മുടെ അവകാശമാണ്. സർക്കാർ ഈ സമരമൊന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ റെഡിമെയ്ഡ് നിർമ്മാണം എന്ന് പറയുന്നത് ഒരു സംഭവം ഒരാൾക്ക് മാത്രമല്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് ടൈലർ മെയ്ഡാണ് ആ പദ്ധതി എന്ന് പറഞ്ഞാൽ ടൈലർ തയ്ക്കുന്ന പോലെ ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യലാണ്. കുറേ പേർക്ക് വേണ്ടിയിട്ട് ഒരേ പദ്ധതി ഉണ്ടാക്കുന്നതിനല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കാര്യം നോക്കി ചെയ്യുന്നത് ടൈലർ മെയ്ഡ് എന്ന് പറയും. പക്ഷെ നമ്മുടെ റെഡിമെയ്ഡും പുതിയ സംവിധാനങ്ങളും വലിയ തോതിൽ നിർമ്മിച്ച് ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് വൻകിട കമ്പനികൾക്ക് മാത്രം കഴിയും, നമുക്കും കഴിയില്ല. തയ്യൽ മേഖലയുടെ ഉന്നമനത്തിനും ഉൽപാദന മേഖലയിൽ കൂടുതൽ തൊഴിലവസരമൊരുക്കുന്നതിനും സർക്കാർ പദ്ധതികൾ നടപ്പാക്കും. 7 ലക്ഷം തൊഴിലാളികളാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലുള്ളത്. അതിൽ സജീവമായിട്ടുള്ളവരും അല്ലാത്തവരുമുണ്ട്. പല ക്ഷേമനിധി സർക്കാർ വർഷങ്ങളായി സാമ്പത്തിക സഹായം ഗ്രാന്റായും മറ്റും നൽകുന്നുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ കൂടുതൽ ശാക്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവിധമായ സഹായവും നേതൃത്വമായ പങ്കാളിത്തവും ഇടപെടലും നിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് ഈ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐതിഹാസികമായ സമരമുഖം തുറക്കുന്നതിന് ചരിത്രപ്രധാനമായ ഈ സമ്മേളനം, കൊല്ലം സമ്മേളനം പ്രചോദിതമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുമായി സാഹസികമായ യാത്ര ചെയ്ത് ഈ കൊല്ലം നഗരത്തിലെത്തിച്ചേർന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തീർന്ന മുഴുവൻ തയ്യൽ തൊഴിലാളി സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും അതിന് ചതുരമായി നേതൃത്വം കൊടുക്കുന്ന AKTA സംസ്ഥാന പ്രസിഡന്റ് കെ.എസ്. സോമൻ അധ്യക്ഷത വഹിച്ചു. N.K. പ്രേമചന്ദ്രൻ MP, DCC പ്രസിഡന്റ് പി. രാജേന്ദ്ര പ്രസാദ്, CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത്, AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി N.C. ബാബു, ട്രഷറർ G. കാർത്തികേയൻ, സ്വാഗത സംഘം സെക്രട്ടറി സജീവൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അനേകായിരങ്ങൾ പങ്കെടുത്ത പടുകൂറ്റൻ പ്രകടനവും നടന്നു. പ്രതിനിധി സമ്മേളനം സി. കേശവൻ മെമ്മോറിയൽ ടൌൺ ഹാളിൽ രാവിലെ 10 പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 AKTA ഡോക്യുമെന്ററിയുടെ പ്രകാശനവും നടക്കും. ഇതോടൊപ്പം പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.